ഓക്കെ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വിന്നേഴ്സ് പോത്തുമുക്ക്. നമ്മള് ടീം പോത്തുമുക്ക് എന്നാണ് ഇട്ടേക്കുന്നത്. നമ്മള് 4 പേരുണ്ട് നമ്മുടെ ഗിൽഡില്. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഷാജി പാപ്പൻ, അതായത് ആൽബിൻ. ആൽബിൻ ഒരു റിമോട്ട് ഇട്ട് കാണിച്ചാല് അതാണ് നമ്മുടെ ഗിൽഡ് ലീഡർ ഷാജി പാപ്പാൻ. അടുത്തായിട്ട് നമുക്ക് അറക്കൽ അബു, അതായത് അലൻ. അതാണ് നമ്മുടെ അറക്കൽ അബു, അലനാണ്. നമ്മൾ 4 പേരും അതായത് +1 തൊട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ്. നമ്മളതൊരു പണ്ട് തൊട്ടേ നമ്മൾ എന്താ പറയാ, പരിചയപ്പെട്ടുള്ളൂ. അല്ലല്ലല്ലല്ല, പറയടാ. അതായത് നമ്മളിപ്പോ ഏകദേശം 7 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഉണ്ണികൃഷ്ണൻ, അതായത് ചേർത്താൻ ലാസർ. ഒന്ന് കൈ പൊക്കിയാല് അയ്യോ മാറിപ്പോയി, സോറി. പിന്നെ നമ്മുടെ സ്വന്തം ഷെറോൺ, അതായത് ഞാൻ, ലൂസിഫർ മാത്തൻ. അതാണ് നമ്മളത്. അതായത് 7 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആണ്. അത് മാത്രമല്ല, നമ്മൾ ഇത് പണ്ട് കളിച്ച കോവിഡ് ടൈമിൽ നമ്മൾ കളിച്ചതാണ്. പക്ഷെ നമ്മൾ ആരും എന്താ പറയാ, അത് കഴിഞ്ഞ് കുറെ ഒരു ഗ്യാപ്പ് എടുത്തു. എല്ലാരും പല സ്ഥലത്ത് പോയി. ഞാനിപ്പോ കാനഡയിലാണ്. ആൽബിൻ ചെന്നൈയിൽ പഠിക്കുകയായിരുന്നു, ഇപ്പൊ തിരിച്ചു വന്നു. അതായത് ഷാജി പാപ്പൻ തിരിച്ച് നാട്ടിൽ വന്നു. അവനിപ്പോ MBA ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ അലൻ അബുദാബിയിൽ ജോലി ചെയ്യുകയാണ്. പിന്നെ ഉണ്ണി നാട്ടിൽ പഠിക്കട. ആ കോഴ്സിന്റെ പേരൊന്ന് പറഞ്ഞാലോ? SSC സ്റ്റാഫ് സെലക്ഷൻ. അതെ, SSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ലൈഫിൽ ബിസിയും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമ്മൾ മാക്സിമം ടൈം കണ്ടെത്തി കളിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയാ, നല്ലൊരു ടീം പ്ലേ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാഷ് കോഡ് പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കളി. ഓക്കെ. Free Fire India is set in a virtual world and is Revenge tastes sweeter with superior firepower. Okay. ഉണ്ണിയെ, എന്റെ ചെള്ളൊക്കെ അടിക്കാൻ വല്ല ഇമോട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ അത് ചെയ്തേ. എന്ത് പറ്റിയടാ? മെസ്സേജ് അയച്ചു കൊണ്ടാ നാറി നിനക്ക് ഗ്രൂപ്പില്. ഞാൻ കണ്ടില്ല, ഫോൺ അങ്ങനെ എടുത്തില്ല. അതെ, നീ കണ്ടില്ലെന്ന് മാത്രം പറയരുത്. നീ വേറെ എന്തും പറഞ്ഞു. അയ്യോ, അതിനെ ചൂട്ടില്ലായിരുന്നു. അതെ അബു രക്തം കണ്ട് മടുത്ത് വീണു. അതെങ്ങനുണ്ട്? അത് പൊളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അതിപ്പം വ്യൂവേഴ്സിന് ഒരു സജഷൻ ഉണ്ട്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗെയിം പ്ലേയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് പറയേണ്ടതാണ്. ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാറ്റങ്ങൾ വരുത്തണം. അതെ എന്താ അങ്ങനെ പറയണ്ട. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഇതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായം. വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഒന്നും മോശപ്പെട്ടതായിട്ടില്ല, എല്ലാം നല്ലതായി. നമ്മുടെ ടീമിനെ കുറിച്ച് നമ്മൾ നല്ലത് പറഞ്ഞില്ലേ, പിന്നെ ആര് പറയാ? നല്ലൊരു അഭിപ്രായമാണ് ഡോക്ടർ പറഞ്ഞത്. മുട്ടയുണ്ട്. ഡോക്ടർ ഒന്നേ അങ്ങനെ പറയുന്നത്. നമ്മൾ ഈ പഴയ കളിക്കാരായോണ്ട് നമുക്ക്
വാടാ പാപ്പൻ എത്തങ്ങോട്ട്. അത്ര ഉള്ള മോനെ. നമ്മുടെ ഐശ്വര്യമായിട്ടുള്ള ആദ്യത്തെ കളി തന്നെ നല്ല രീതിയിലാണ് പോകുന്നത്. നമ്മൾ 3 പേര് എനിക്ക് കുറച്ച് നെറ്റിന് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഒരു ഹാങ് ഉണ്ട്. അതെ ഗൈസ്. അല്ലെങ്കിൽ എന്റെ അടുത്തോട്ട് വന്നു തന്നാ കുറച്ച് നെറ്റ് തരാം. അതാണ്. അപ്പൊ അതിന്റേതായ മികവുകൾ കാണുകയാണെങ്കിൽ അതിന്റെയുള്ള മികവുകൾ കാണുകയാണ്. നോട്ട് ദ പോയിന്റ്, മികവുകൾ. നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. വരിക. Take down. അടിച്ചിട്ടാ ഷെറോൺ വളരെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. ഷെറോണെ ഓടിക്കൂ. ഓടിക്കും ഇനിയിപ്പോ അടിക്കൊണ്ടോണ്ട് ഓടാനേ ഉള്ളൂ. Triple takedown. Praise the Lord. നമ്മളൊരു അത്യാവശ്യം നല്ലൊരു ടീം പ്ലെയർ വന്നിട്ട്. പറയടാ. ആണോ? അല്ല, വേറെ പിള്ളേർ കളിക്കുമോ? ഞാൻ ചവർ പോകുമ്പോഴാണ് ചോദിച്ചത്. അല്ല. ഉണ്ടോ? First doom. അടിച്ചതാ, അത്രേ ഉള്ളൂ. നോക്കൊന്നേ, രണ്ടുപേര് തീർന്നേ. അല്ല, ഇവിടെ ഒരാൾ തീർന്നു. അപ്പൊ രണ്ടുപേരും പക്കത്തിനെടുത്തനെ കിട്ടിയിട്ട് ആൽബിനെ. എടാ മറ്റേ കണ്ടന്റ് നടക്കാം. അടയ്ക്കാം. ഒരു തന്നെ നോക്കേ. Double takedown. ഗുഡ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ റെക്കോർഡ് ചെയ്യുന്നില്ലയോ? ഞാൻ ചെയ്യുന്നു. ഞാൻ ഇത്രയും ഭാര്യ അടിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല. അതല്ല സംഭവം മറ്റേ ഞാൻ ചെയ്യുന്നുണ്ടോ? എനിക്കതുകൊണ്ട് ഒരു ഹാങ് ഉണ്ട് കേട്ടോ. പൊട്ടിക്കാനായി ഉറപ്പാണ് ഞാൻ മറ്റവൻ്റെ അടുത്തോട്ട് പോയത്. എടാ ഇത് നിനക്ക് റെക്കോർഡ് ചെയ്യണത്തില്ലേ? പറ്റും, പക്ഷെ ഒരു ചെറിയ ചെയ്യണം. ഒരു ഹാങ് ഉണ്ട്. എന്താണ് നോക്കാം ഞാൻ കൂടെ. 6. First doom. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് ചെറുതായിട്ട് സ്നാനപ്പെട്ടതാ. അബുവിനെ പിടിക്കാന്നേ ഉള്ളൂ. മോനെ ഏതെങ്കിലും 4 പേരേ ഉള്ളൂ. Double takedown. അത്രോളം ഒന്നുമില്ല. ഒരുത്തനെ പൊക്കാൻ നോക്കും, ഒരുത്തനെ എടുക്കാൻ നോക്കാം മാക്സിമം. മരം ബോംബിട്ട് പേടിപ്പിക്കുകയാണ്. പക്ഷെ ബോംബിലൊന്നും ഞങ്ങൾ തളരില്ല, അത് വേറെ കാര്യം. വന്നടി മോനെ വളഞ്ഞു. മതി, അത്രേ ഉള്ളൂ. നീ തോറ്റാലും കുഴപ്പമില്ല. ഒരുത്തനെ നോക്ക് ചെയ്ത് വീഴ്ത്തി. 4 പേര് ഒരാളെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച പരിപാടിയൊക്കെ കണ്ടോ? ബോംബൊക്കെ എറിഞ്ഞ്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അബുവിന്റെ റേറ്റിംഗ് എന്താണോ. അതെ, അവന്മാർക്ക് അറിയാം 1 ഇഞ്ച് സ്ഥലം കിട്ടിയാ ഞാൻ കയറ്റി വന്നു. അതെ, അറിയാം. ഇഞ്ച് സ്ഥലം കിട്ടിയ നോട്ട് ദ പോയിന്റ്. എഴുതൂ എന്നെ പറ്റി എഴുതി പഠിക്കൂ. മഞ്ഞ
കുത്തി. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കത് അടിക്കണോ? ഇവിടെ ഇല്ല. ഇതെന്ത് വല്ല ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ വടച്ചോറാണ് ബ്രോ. ഒരുത്തൻ നോക്കെ കവറുണ്ട് പൊട്ടിക്കേ. അത്ര ഉള്ളു മോനെ, അത്ര ഉള്ളു. കേറിപ്പോ. ബാക്കിലടാ. നൈസ് പ്ലേ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. Takedown. ബാക്ക് നോക്കി. പിടിക്കാനേ ഉള്ളൂ. റീലോഡ് ചെയ്യോട്ടെ. അതുകൊണ്ട് കടിച്ചോ. കൊറോണ എടുത്താ കടിച്ചോ. അത്ര ഉള്ളു. മോനെ വിജയം. അന്നേരം പൊക്കി കയറി. ഓക്കെ നമ്മളങ്ങനെ ഫസ്റ്റ് ഐശ്വര്യമായിട്ടുള്ള ഫസ്റ്റ് കളി കഴിഞ്ഞിരിക്കുകയാണ്. കളി എങ്ങനെ ഉണ്ടെന്നും എല്ലാവരുടെയും കളി എങ്ങനെയൊക്കെയാണെന്നും നിങ്ങൾ റേറ്റ് ചെയ്യുക. അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഇമ്പ്രൂവ് ഞങ്ങളെ മാക്സിമം കമന്റ്സ് ഒക്കെ ഇട്ട് ഒന്ന് പൊലിപ്പിച്ചേക്കുക. ഓക്കെ, എന്തോ പറയാനുള്ള എന്തെങ്കിലും പറയാനുണ്ടെ പറഞ്ഞു ഫസ്റ്റ് വീഡിയോയാ. നമ്മളിനി ഉഷാറാവട്ടെ. എല്ലാം ഐശ്വര്യമായിട്ട് നടന്നു. ഓക്കെ, ബൈ. അതായത് നമ്മുടെ കൂട്ടത്തിലെ കുറച്ച് ഇൻവെർട്ടർ ആണ്, ക്ഷമിക്കുക എല്ലാരും. ഇൻവെർട്ടറാന്ന് പറയാൻ മാത്രം നമ്മൾ പറയും. എങ്ങനുണ്ട്? ആണോ? അപ്പൊ ഗൈസ് ഫസ്റ്റ് കളി നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമന്റ്സ് ഇടുക, നല്ല രീതിയിൽ സപ്പോർട്ട് തരിക. ഇപ്പൊ തന്നെ നല്ല വ്യൂസ് ഉണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിലൊക്കെ കുറെ പേരൊക്കെ വന്ന് കമന്റ്സ് ഒക്കെ ഇട്ട കണ്ടു. നല്ല എല്ലാവരുടെയും സപ്പോർട്ടിനെ ഞങ്ങൾ എല്ലാവരും താങ്ക്സ് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നതായിരിക്കും. പിന്നെന്താ പാപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു കഥ, ബാക്ക് സ്റ്റോറി അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. അതെ, അടുത്ത വീഡിയോ അതിനെപ്പറ്റി ആയിരിക്കും. നമ്മൾ ഇത് ഈ ഒരു എന്താ പറയാ ഗിൽഡ് തുടങ്ങാനും ഈ എന്താ പറയാ ഈ ഒരു ഫ്രീ ഫയർ പിന്നെയും തിരിച്ച് ഇതിലേക്ക് കളിക്കാനും ഇതിന്റെയൊക്കെ റീസൺ എന്താണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതെ, ബാക്ക് സ്റ്റോറി അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും ആദ്യത്തെ കളി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ഗുഡ് ബൈ. സെറ്റ്